Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. തർക്കവും വാക്കേറ്റവും പ്രതിഷേധവും നിറഞ്ഞ് ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ യോഗം. പ്രതിഷേധങ്ങൾക്കും വാക്കേറ്റങ്ങൾക്കും വേദിയായി ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ ഹാൾ. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിലാണ് വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങളും പ്രതിഷേധങ്ങളും വാക്കേറ്റവും ഉണ്ടായത്. തെരുവിളക്ക് പരിപാലനത്തിൽ നഗരസഭ പരാജയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാന്തൽ വിളക്കുമായാണ് UDF കൗൺസിലർ NK ജയരാജൻ ഇന്ന് കൗൺസിൽ യോഗത്തിന് എത്തിയത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും തെരുവിളക്കുകൾ പ്രവർത്തനരഹിതമായതിനാൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും തെരുവിളക്കുകളുടെ തകരാറുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങളും പരാതികളും നേരിടേണ്ടി വരുന്നതിനാൽ ജനപ്രതിനിധി എന്ന നിലയിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഉള്ളതെന്നും ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും NK ജയരാജൻ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കമ്പ്രാന്തിലോ അല്ലെങ്കിൽ പഴയ കാലത്ത് ചൂട്ട് കത്തിച്ച് നടക്കുന്ന ആ സമ്പ്രദായത്തിലേക്കോ പോവേണ്ട അവസ്ഥയാണ്. ലൈറ്റുകൾ കത്തുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ പറഞ്ഞിരുന്നത് നഗരസഭയിൽ നിന്നും ഫണ്ട് കിട്ടുന്നില്ല, അത് കാരണം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പപ്പു പറഞ്ഞതുപോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാവുമെന്ന് കാണാനില്ല. പക്ഷെ നഗരസഭ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾക്ക് സ്വന്തം വാർഡിൽ പോലും കൃത്യമായി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലർക്കും. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് വലിയ വലിയ പദ്ധതികളൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സ്വന്തം വാർഡില് അല്ലെങ്കിൽ സ്വന്തം നാട്ടില് വഴിവിളക്കുകൾ കത്താത്തത് വലിയ വിഷയമായി കാണുന്ന ആളുകൾ ധാരാളമുണ്ട്. വഴിവിളക്കിന്റെ ചർച്ചയ്ക്കിടെ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നുള്ള ആക്രമണ സ്വഭാവമുള്ള നായകളെ നീക്കം ചെയ്യുന്നതിനും ശല്യം നിയന്ത്രിക്കുന്നതിനുമായി പ്രത്യേക നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിമർശനം ഉന്നയിച്ച BJP കൗൺസിലർ സ്വരൂപ് ഈ വിഷയത്തിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്നും കൗൺസിലിൽ ആരോപണം ഉയർത്തി.